എന്ത് കമ്പനി മനസ്സിലായി കരയുനി. സോറി സോറി സോറി. നിന്നെ കേട്ടണ്ടോ? നിന്റെ ഏട്ടനോട് നാഫീന് തല്ലിന്ന് പറഞ്ഞിട്ട്. ഇപ്പോ ഭാവിയിലൊരു ഗുണ്ടകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലത്തെ ഉള്ളൊരു ഒരുപാട് കേസ് ഇപ്പോൾ ഈ വർഷം തന്നെ നടന്നിട്ടുണ്ട്. ചെറിയ പിള്ളേർ തമ്മിൽ അടിയുണ്ട്. അധികം സിനിമ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ലാത്ത കാര്യം തന്നെയാണ്. സിനിമ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ. സിനിമയിൽ ഒരാൾ കൊല്ലപ്പെടുന്നുണ്ട്, പിറ്റേ ദിവസം സിനിമയിൽ അയാൾ ജീവിതത്തിൽ കൊല്ലപ്പെട്ടാൽ പിന്നീട് അയാൾ ജീവിച്ചിരിക്കുന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ വളർന്നു വന്നത് പിന്നീട് നല്ല മാസമായിരിക്കും, സിനിമ കണ്ട് ഗുണ്ടകളായി കഴിഞ്ഞാൽ നല്ല രീതിയായിരിക്കും എന്നൊക്കെ വെറുതെയാണ്. വാളെടുത്തവനൊക്കെ വാളാലും നശിക്കും. വടി എടുത്തുകൊണ്ട് എവിടെന്നെങ്കിലും പണി കിട്ടിയിരിക്കും. അതുകൊണ്ട് ഈ പ്രവൃത്തികളൊന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ കണ്ടതാണ്. ആ മാനസികാവസ്ഥ ആ കുട്ടിയുടെ പേടിച്ച് നിൽക്കണേ. ഇതേപോലെ തന്നെ ചെറുപ്പത്തിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ക്ലാസ്സുകളിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ട്രോമ ഇപ്പോഴും പയ്യെ മാറി വന്നു, എന്നാലും പൂർണ്ണമായിട്ട് അകന്നിട്ടില്ല, ഇത്രയും വർഷമായിട്ട് പോലും. അപ്പോൾ അതൊന്നും നിങ്ങളതൊന്നും ചെയ്യരുത്. ഒരാളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ കഴിവതും വേദനിപ്പിക്കാതിരിക്കുക. ആ ചെറുപ്പം തൊട്ടേ ശീലിച്ചു തുടങ്ങുക.